ഹലോ സിനിമാ പ്രേമികളെ, ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു VIP സിനിലോഗ്. ദൃശ്യം 3. അതെ, നമ്മളെല്ലാം ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ജോർജ് കുട്ടിയായി വന്ന ദൃശ്യം സിനിമയുടെ 1ഉം 2ഉം ഭാഗങ്ങൾ വളരെ ഹിറ്റായിരുന്നു. ഇപ്പോഴിതാ ദൃശ്യം 3യെ പറ്റി ജിത്തു ജോസഫ് ഒരു പ്രമുഖ മലയാള അച്ചടി മാധ്യമത്തിന് അഭിമുഖം നൽകിയിരിക്കുകയാണ്. ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ആണ് ആദ്യം പൂർത്തിയായത് എന്നാണ് ജിത്തു പറയുന്നത്. ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ പകുതിയോടെ ഷൂട്ടിംഗ് തുടങ്ങി 2026 റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതെ, ആ ക്ലാസിക് ക്രിമിനൽ തിരിച്ചു വരുന്നു. മലയാളത്തിന് പുറമെ ഒട്ടേറെ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട സിനിമയാണ് ദൃശ്യം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അജയ് ദേവികൾ അഭിനയിച്ച ഹിന്ദി ദൃശ്യം 1ഉം 2ഉം തന്നെയാണ്. ദൃശ്യം സിനിമകളിലെ ആ ഒരു സസ്പെൻസ് എലമെന്റ് നഷ്ടപ്പെടുന്നതുകൊണ്ട് മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയം ദൃശ്യം 3 ഇറക്കണമെന്ന ആവശ്യവുമായി ഹിന്ദി സിനിമയുടെ അണിയറ പ്രവർത്തകർ ജിത്തു ജോസഫിനെ സമീപിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും തീരുമാനമായിരുന്നില്ല. ഇപ്പോഴിതാ ഹിന്ദിയിൽ ദൃശ്യം 3 ആദ്യം തുടങ്ങാൻ അവർ ശ്രമിച്ചതായി ജിത്തു അറിയിക്കുന്നു. അതിനെ നിയമപരമായി നേരിടുമെന്ന് ജിത്തു പറഞ്ഞതോടെ അവർ പിന്മാറി. അല്ല പിന്നെ, നമ്മുടെ സ്വന്തം ദൃശ്യം ഏത് പാട്ടായാലും ആദ്യം മലയാളത്തിൽ തന്നെ ഇറങ്ങണം. ദൃശ്യം 3യുടെ സ്ക്രിപ്റ്റ് ഒരുപാട് പേർ ഇമെയിൽ അയച്ചു തന്നിട്ടുണ്ടെന്ന് ജിത്തു ജോസഫ് പറഞ്ഞു. പക്ഷെ അതൊന്നും തുറന്നു നോക്കാതെ ഡിലീറ്റ് ചെയ്തു. കാരണം കഥയുമായി ബന്ധപ്പെട്ട് ജിത്തുവിന്റെ ആലോചനകളെ ഒരു വിധത്തിലും അതൊന്നും സ്വാധീനിക്കാൻ പാടില്ലല്ലോ. ദൃശ്യം 2 OTTയിൽ ഇറങ്ങിയപ്പോൾ ജിത്തു ജോസഫിന്റെ വീട്ടിലെ ഹോം തിയേറ്ററിൽ ഇരുന്നാണ് ലാലേട്ടൻ ആ സിനിമ കണ്ടത്. ഇതിനൊരു 3ആം ഭാഗത്തിന് സാധ്യതയുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ അതിന്റെ ക്ലൈമാക്സ് ഇന്ന രീതിയിൽ ആവാമെന്ന് അന്നേ ലാലേട്ടനോട് ജിത്തു പറഞ്ഞിരുന്നു. ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ട ലാലേട്ടൻ എഴുതി നോക്കൂ, ശരിയായാൽ മുന്നോട്ട് പോകാം എന്നും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡെവലപ്പായി ഇതാ ഈ സെപ്റ്റംബറിൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല സിനിമാ വിശേഷങ്ങളും റിവ്യൂകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സിനിമാ വിശേഷമായി വരാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.